നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും മനസ്സിലായി. കുറച്ച് ദിവസം എനിക്ക് വീഡിയോ ഇടാൻ സമയം കിട്ടിയില്ലായിരുന്നു. ഇത്തിരി ജോലി തിരക്കിലായിപ്പോയി. ഒന്നാമത് ഇനിയിപ്പോൾ കർക്കിടകം ഇതിൻ്റെ ഇതല്ലേ, അതുകൊണ്ട് പിന്നെ കുറച്ച് ജോലി തിരക്കുണ്ട്. അതുകൊണ്ട് വീഡിയോ ഇടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് വീഡിയോയിലൊന്നും ഈ ചികിത്സയെക്കുറിച്ച് വീഡിയോ ചെയ്യാതിരുന്നത്. ഇന്ന് വന്നേക്കണമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തേയ്മാനം, ഒടിവ്, ചതവ്, ഉളുക്ക്, തേയ്മാനം ഇങ്ങനെയൊക്കെയുള്ള സംഭവത്തിന് വേണ്ടി നമ്മളൊരു പഴങ്കാലത്തെ ചികിത്സയാണിത്. ഇന്നും നിലയിൽ പഴയകാലത്ത് പണ്ട് നമ്മളിങ്ങനെയായിരുന്നു ചികിത്സിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ആശുപത്രിക്ക് മുന്നേ കാലത്ത് നമ്മൾ കെട്ട് ചികിത്സ എന്ന് പറഞ്ഞൊരു ചികിത്സയുണ്ട്. ഈ ആശുപത്രി വരണത് കാലത്തിന് മുന്നേ നമ്മൾ വന്ന് ഒരു കെട്ട്, അതായത് ചീലി വെച്ച് കെട്ടും. പക്ഷേ ഇപ്പോൾ ചീലി വെക്കണ്ട. ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചീലി വയ്ക്കുന്ന പൊട്ടിയാൽ മാത്രമേ ചീലി വയ്ക്കേണ്ടത്. അല്ലാത്ത ഈ തേയ്മാനം അങ്ങനെ ഉള്ളതിനൊന്നും ചീലി വെച്ച് കെട്ടണ്ട. പൊട്ടിയാൽ ഉടനെ നിങ്ങൾ ആശുപത്രിയിൽ തന്നെ പോകണം. നേരെ പൊട്ടി ഇങ്ങനെ ആ സമയത്ത്, അതായത് എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ തന്നെ നിങ്ങൾ ഇവിടെ വരാൻ നോക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും പണ്ടത്തെ കണക്കല്ല. പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാവരും വൈദ്യനല്ലാതെ വേറൊരു സംഭവം ഇല്ലായിരുന്നു അന്നത്തെ കാലത്ത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പഴയ കാലങ്ങളിൽ ഈ വൈദ്യർ പറഞ്ഞതുപോലെ പാലിക്കുന്ന വ്യക്തിയിലായിരുന്നു. അതുകൊണ്ട് അന്ന് നമ്മൾ വേറെ ഒന്നുമല്ല, അന്ന് ഇതുപോലെ ആശുപത്രി ഇല്ല. അപ്പോൾ വൈദ്യരെ ആശ്രയിച്ച് ഉള്ള കാലങ്ങളായിരുന്നു. അന്നത്തെ കാലങ്ങളിൽ ഈ പറഞ്ഞ കണക്കിന് കൃത്യമായിട്ട് നമ്മൾ ഈ എന്തെങ്കിലും സംഭവിച്ചു വന്നാൽ ഉടനെ നമ്മൾ ചെയ്യും, ഈ കെട്ട് ഇതുകളൊക്കെ ചെയ്യും. പക്ഷേ ഇപ്പം നമ്മൾ ആശുപത്രിയിൽ, അതായത് തേയ്മാനമോ ഈ പൊട്ടലോ ഒടിവ് ചതവ് അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയണതിന് മാത്രം ഓപ്പറേഷൻ ചെയ്യാതെ മാറ്റുന്നേ ഉള്ളൂ. അത് സീൽ വെച്ച് കെട്ടി, അതായത് പൊട്ടലുണ്ടെങ്കിൽ അത് സീൽ വെച്ച് കെട്ടിയാണ് നമ്മൾ ശരിയാക്കുന്നത്. പക്ഷേ ഓപ്പറേഷൻ ചെയ്യുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നതാണത്, ആ ചികിത്സ. അത് നിങ്ങൾ ആദ്യം ആശുപത്രിയിൽ പോയിട്ട് പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ മാത്രമേ എൻ്റെ അടുത്ത് വരാവൂ. അല്ലാതെ ഒരു പൊട്ടൽ, അതായത് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഇവിടെ നമ്മളെ അടുത്ത് വരരുത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ദിവസം കിട്ടാനും സമയം കൊടുത്ത് ഇതിലൊക്കെ നമ്മൾ അപ്പോയിൻമെൻ്റൊക്കെ എടുത്തിട്ടാണ് നിങ്ങൾക്ക് ചികിത്സ ചെയ്യാനുള്ളത്. അല്ലാതെ ഈ അപ്പോയിൻമെൻറ്റ് ഈ ഉടനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതുവരെ നിങ്ങൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല? ചിലപ്പോൾ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് അടിച്ച് ഒരു വാരം വരെ, ഒരാഴ്ച വരെ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് ഇവിടെ അങ്ങനെയാണ് നമ്മളെ ചികിത്സ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ ഈ കെട്ട് ചികിത്സ നമുക്കുണ്ട്. അത് കുഴപ്പമില്ല, അത് എന്ന് എന്തെങ്കിലും ചെയ്യാം, അത് വിഷയമല്ല. അതും അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വരിക. അപ്പോയിൻമെൻറ്റ് അത് ഒരു കെട്ട് ചികിത്സ എന്ന് പറയുന്നത്, ഒരു കെട്ടിന് നമ്മൾ 2500 രൂപ ഇവിടെ ചാർജ് എന്ന് പറഞ്ഞാൽ സീല് വെച്ച് കെട്ടുന്നതിന് പകരം ഞങ്ങൾ പണ്ട് ചീലി വെച്ച് കെട്ടായിരുന്നു, അത് ഒടുവിന് മാത്രം. ഇപ്പം ഈ പറഞ്ഞ കണക്കിന് ഒടുവില്ലല്ലോ. ഇപ്പം എല്ലാവർക്കും തേയ്മാനം അങ്ങനെയുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. ആ തേയ്മാനങ്ങളൊക്കെ നമ്മൾ ഈ കെട്ട് ചികിത്സയിലൂടെ മാറ്റാൻ പറ്റും. അത് ഓരോ കെട്ടിന് നിങ്ങൾക്ക് റിസൾട്ട് വന്നുകൊണ്ടിരിക്കും. ദിവസവും കെട്ടേണ്ടി വരും. ഒരു കെട്ട് കെട്ടിയിട്ട് ഒരാഴ്ച വരെ നിൽക്കുന്നതല്ല. ഞങ്ങൾ ഒരു പ്രത്യേക ഒരു ഔഷധം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മൂലിക, നമ്മളെ ഈ പ്രത്യേക ഔഷധം, അതിനാണ് എനിക്കിപ്പം ഈ ഞാൻ ചെയ്യുന്ന ഈ ഇങ്ങനെ ഉള്ള ഒരു ക്വാളിറ്റിയുള്ള ഒരു മരുന്നുണ്ട്. ആ മരുന്നിനാണ് എനിക്കിപ്പം നാഷണൽ ഫസ്റ്റ് അവാർഡൊക്കെ കിട്ടിയത്. ഇന്ത്യയിലെ ബെസ്റ്റ് മരുന്നിൻ്റെ നിർമ്മാണ കമ്പനി ആയിട്ട് നമുക്ക് ഇതൊക്കെ കിട്ടിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ മൂല്യം, നല്ല രീതിയിൽ വാല്യുവേഷനുള്ള ഒരു മരുന്നാണ് നമ്മൾ വെച്ച് കെട്ടി കൊടുക്കുകയുള്ളൂ. ഒരു കെട്ടിനാണ് 2500 രൂപ ഫീസ്. 2 കാലിൽ കെട്ടേണ്ടിയെന്ന് പറഞ്ഞെങ്കിൽ അത് 500-5000 രൂപയാവും. ഒരു കാലിൽ കെട്ടുന്നതിനാണ് നമ്മൾ ഇപ്പോൾ മുട്ട് വേദനയാണെങ്കിൽ ഒരു മുട്ടിൽ കെട്ടുന്നതിനാണ് ഈ 2500 രൂപ ഫീസ് എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്ക്. അത് 2 കാലിലേയും കെട്ടണമെങ്കിൽ അത് 5000 രൂപയാവും. എനിക്ക് മനസ്സിലായില്ല? അത് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാലറ്റ് മാറാനുള്ള ഒരു പ്രത്യേക ഒരു കൂടിയ രീതിയിലുള്ള ഒരു ഔഷധക്കെട്ടാണ്. ഈ കെട്ടെന്ന് പറയുന്നത് പിറ്റേ ദിവസം ഈ പിറ്റേ ദിവസം തന്നെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കും. ഓരോ ദിവസവും കെട്ടും തോറും നിങ്ങൾക്ക്
ആ കെട്ടുന്നതിൻ്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് അങ്ങനെയാണ് ഇതിൻ്റെ ഈ കെട്ട് ചികിത്സയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ പഴങ്കാലത്തെ കെട്ട് ചികിത്സ നമ്മൾ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് നിങ്ങൾ പിന്നെ നമ്മൾ ഈ അഡ്രസ്സ് ഫോൺ നമ്പറൊക്കെ ഇതിൽ ഇട്ടേക്കാം. ഫോൺ നമ്പറിന് ഫോൺ വിളിക്കുന്നത് ദയവ് ചെയ്ത് ഫോൺ വിളിച്ചാൽ ഞാൻ സംസാരിക്കാൻ സമയം കിട്ടത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ 100 കൂട്ടം ജോലിയിലാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഫോൺ എടുത്ത് സംസാരിക്കാനുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിന് വാട്സപ്പ് നമ്പർ ഞങ്ങൾ തരാം. വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ചെയ്യുക. നിങ്ങളിത് കാണുന്നവരെല്ലാവരും വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ സമയമുള്ളപ്പോൾ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഒരു 1-2 ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് ഒരു വോയിസ് മെസ്സേജ് ചെയ്താൽ പക്ഷേ ഒരു ദിവസമൊക്കെ കഴിയും. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരക്ക് ഇല്ലാത്ത സമയത്ത് മാത്രമേ നമ്മൾ ഈ നമ്മൾ വാട്സപ്പ് ഉള്ളവർക്ക് നമ്മൾ റിപ്ലൈ അയക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ദിവസത്തിനകത്ത് നിങ്ങൾ എന്തായാലും ഒരു ദിവസത്തിനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾ അയച്ച എല്ലാവർക്കും ഞാൻ വന്ന് റിപ്ലൈ അയച്ചിരിക്കും. റിപ്ലൈ അയക്കും. അതിൻ്റെ ക്ലിയർ കൂലി മാപ്പ് എല്ലാം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു കൊടുക്കും. അതുകൊണ്ട് ഈ കെട്ട് ചികിത്സ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ കെട്ട് ചികിത്സ വളരെ ഗുണമുള്ളതാണ്. സാധാരണ രീതിയിലുള്ള ചികിത്സ കണക്കല്ല. ഞാനിപ്പോൾ കെട്ട് ചികിത്സ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തേയ്മാനം ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിന് പകരം ഓപ്പറേഷൻ ചെയ്യാതെ ചെയ്യുന്നതാണ്. ഓപ്പറേഷൻ ചെയ്യാതെ സുഖപ്പെടുത്താനാണ് ഇതിൻ്റെ പ്രത്യേകത. അത് നിങ്ങൾ വരുമ്പോൾ ആദ്യത്തെ ദിവസം വന്ന് കെട്ടി വയ്ക്കുന്ന, പക്ഷേ നിങ്ങൾ ഈ കെട്ട് മാത്രമേ നമ്മളിവിടെ ചെയ്യുള്ളൂ. കിടത്തി ചികിത്സ ഇവിടെ ഇല്ല. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടത്, വെളിയിലിരുന്ന് ദൂരത്തിരുന്ന് വരണമെങ്കിൽ നിങ്ങൾ റൂം എടുത്ത് താമസിച്ചിട്ട് ഇവിടെ ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ ഈ നമുക്ക് കിടത്തി ചികിത്സ സ്പെഷ്യലിസ്റ്റ് ഇവിടെ ഇല്ല. നമ്മൾ കെട്ടിവിടും, അത്ര തന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഞങ്ങൾ കിടത്തി ചികിത്സ ഇവിടെ ഇല്ല. നമ്മൾ ഈ സാധാരണ ഉള്ള ചികിത്സയെ നമുക്ക് ചെയ്യാം. എന്ന് പറഞ്ഞാൽ വരുന്നവർക്ക് ചികിത്സ കിട്ടും. ഈ നമ്മൾ നിങ്ങൾക്ക് വരുന്ന ഈ തേയ്മാനം കൊണ്ട് മുട്ട് മാറ്റി വയ്ക്കണമെന്ന് പറയുന്നവർക്ക്, ഈ പറഞ്ഞാനൊക്കെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുന്നവർക്ക്, ഇവർക്കൊക്കെ നമ്മൾ ഈ കെട്ടി ചികിത്സ ഫസ്റ്റാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരാഴ്ച നിങ്ങൾ കെട്ടി ഈ കെട്ടി ചികിത്സ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് കിട്ടും. അപ്പോൾ റിസൾട്ട് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നമുക്ക് ഉപയോഗമുള്ളതാണ് അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും റിസൾട്ട് വന്നുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മനസ്സിലായില്ലേ? പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ ഇവിടെ കിടത്തി ചികിത്സ മാത്രമല്ല, കിടത്തി ചികിത്സിക്കാമെന്ന് പറഞ്ഞു പറയുന്നത്, നിങ്ങൾ വരാൻ നേരത്ത് നിങ്ങൾ വാട്സപ്പിൽ ഫോൺ വിളിക്കുന്നത് ദയവ് ചെയ്ത് ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ എടുക്കാൻ നമുക്ക് സമയം കിട്ടത്തില്ല. നിങ്ങൾ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ചെയ്തിരുന്നാൽ മതി. ഞാൻ ഒരു ദിവസത്തിനകത്ത് റിപ്ലൈ തരും. അപ്പോൾ നിങ്ങൾ അതിന് കൂടെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്പോയിൻമെൻറ്റ് എടുക്കണമെങ്കിൽ പൈസ അടച്ചേ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ഒന്ന് ഫോൺ ചെയ്ത് വെച്ചിട്ട് അപ്പോയിൻമെൻറ്റ് കൊടുത്താൽ പിന്നെ നിങ്ങൾ വന്നില്ലെങ്കിൽ ആ സമയം ഞങ്ങൾക്ക് വേസ്റ്റായി പോകും. അപ്പോൾ പിന്നെ അത്രയും നമുക്ക് നഷ്ടം വരും. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഈ അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ചികിത്സ ഫീസാണ് അപ്പോയിൻമെൻറ്റായിട്ട് അടയ്ക്കേണ്ടത്. അത് നിങ്ങൾ വന്നാൽ ചികിത്സിച്ച് പോവാം, അതല്ലെങ്കിൽ ആ പൈസ കിട്ടത്തില്ല. ആ സമയം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുക. മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല, നിങ്ങൾക്ക് വേണ്ടി ഒരു സമയം നമ്മൾ മാറ്റി വെച്ചിട്ടാണ് ഈ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു ദിവസത്തെ സമയം, ആ ഒരു കെട്ടിൻ്റെ പൈസ നിങ്ങൾ അത് നമ്മൾ ഗൂഗിൾ പ്ലേ അയച്ചാൽ മാത്രമേ, ഗൂഗിൾ പ്ലേ ആയിട്ട് അയച്ച് അപ്പോയിൻമെൻറ്റ് എടുത്താൽ മാത്രമേ ഇവിടെ ട്രീറ്റ്മെൻറ്റ് കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷത്ത് നമ്മളിവിടെ ചികിത്സ നിങ്ങൾ വെറുതെ വന്ന് കണ്ടിട്ട് പോകാനുള്ളതല്ലാതെ ഇവിടെ ചികിത്സ കിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്ന് ചികിത്സയിലായിരിക്കും, അതല്ലെങ്കിൽ ചികിത്സയില്ലെങ്കിൽ മരുന്നെടുക്കാൻ പോകും, മരുന്നെടുക്കാൻ ഇല്ലെങ്കിൽ ക്ഷേത്രപ്പനിയുണ്ട് അവിടെ പോകും. ഇങ്ങനെ നമ്മൾ പല സ്ഥലത്തും നമ്മളിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പറയുകയാണെങ്കിൽ ഇത്ര സമയത്ത് വരാം എന്ന് പറഞ്ഞ് നമ്മളൊരു സമയം പറയും. ആ സമയത്ത് നിങ്ങൾ വന്നാൽ ആ സമയം നിങ്ങൾക്ക് തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഈ ജോലി ചെയ്യുന്ന സമയം നിങ്ങൾക്ക് മാത്രമായിരിക്കും. അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾക്ക് കാണും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് കണക്കാക്കിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടേ വരാവ്. അതും പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്, കാല് മാറ്റി കാല് നമുക്ക് ഈ മാറ്റി വയ്ക്കണം. ഈ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ. ഓപ്പറേഷൻ ചെയ്യാതെ
ചെയ്യുന്ന ചികിത്സയാണ് ഞാൻ പറയുന്നത്, ഈ കെട്ട് ചികിത്സ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്നതിന് പകരം നമ്മൾ കെട്ട് ചികിത്സ ചെയ്ത് മാറ്റും. അല്ലാതെ ഇപ്പം എല്ലാവർക്കും വന്ന് ഈ ചികിത്സ ചെയ്ത് പോകാൻ നിങ്ങൾക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ കെട്ട് ചികിത്സ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചെയ്യുന്നത് എളുപ്പമാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഏതാണ് പറയുമ്പോൾ ഇത് ഇപ്പോൾ കായംകുളത്ത് ഇരുന്നവരെ കായംകുളത്ത് പോകുന്നവരൊക്കെ അണ്ണന്ന് വന്ന് പോയവരാണ് ചെയ്യുന്നത്. കായംകുളം ഇത്രയും ദൂരത്തിലുള്ളവരല്ല, പിന്നെ ഇങ്ങോട്ട് കൊല്ലം കായംകുളം ഇങ്ങനെ ഉള്ളവരല്ല ഇവിടെ വന്ന് ഒരു പിന്നെ ഒരു കെട്ടിൻ്റെ സമയം എത്ര 15 മിനിറ്റ് സമയം എടുക്കുക, അത്ര തന്നെ. അതിനാലിടയ്ക്ക് നിങ്ങൾക്ക് തിരിച്ചു പോവാം. അത് നേരത്തെ ബുക്ക് ചെയ്ത് അത് നിങ്ങളെ സമയം ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ 15 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും അവിടെ കിടക്കും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ സമയത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കൃത്യം വരാം. അതിലൊരു അരമണിക്കൂറിന് മുന്നേ വരണമെന്നേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന സമയത്തിന് ഒരു അരമണിക്കൂറിന് മുന്നേ വരണമെന്നേ ഉള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാനായിട്ട് അല്ല 15 മിനിറ്റ് മുമ്പേ വന്നാലും മതി. നിങ്ങൾക്ക് മനസ്സിലായി? നമ്മളിപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 15 മിനിറ്റ് നിങ്ങൾ സമയത്തിന് 15 മിനിറ്റിന് മുമ്പേ വന്നാൽ മതി. നിങ്ങൾക്ക് എത്രയും സമയമാണ് ഞാൻ തന്നേക്കുന്നത്, ആ സമയത്തിന് 15 മിനിറ്റിന് മുമ്പേ വന്നാൽ മതി. നിങ്ങൾ ആ ജോലി കഴിഞ്ഞാൽ നിങ്ങൾ പോവാം. നിങ്ങൾക്ക് മാത്രമായിരിക്കും ആ 15 മിനിറ്റ് നമ്മൾ ഈ നിശ്ചയിച്ചിരിക്കണം. അതാണ് അപ്പോയിൻമെൻറ്റിൻ്റെ സമയം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 15 മിനിറ്റായി 10 മിനിറ്റാണെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും ആ സമയം കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുക്കാതെ, അതും നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത് നിങ്ങൾ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ നിൽക്കേണ്ട. വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ചെയ്തിരുന്നാൽ മതി. ഞാൻ ഈ പറഞ്ഞ കണക്കിന് മെസ്സേജ് നോക്കിയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ അയച്ചിട്ട് പിന്നെ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ വന്ന് ചികിത്സിക്കാനുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഏറ്റവും പവർഫുള്ളായ ചികിത്സയാണ്. ഈ ചികിത്സയൊന്നും ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ കിട്ടാറില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതൊക്കെ ഞങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നതിനേ ഉള്ളൂ. അത് അന്നത്തെ കാലത്തോടെ അത് പോയി. ഇപ്പോൾ ഉള്ളവരെന്നെ ആ ചികിത്സ അല്ല ചെയ്യുന്നത് ശരിക്കുമുള്ള. അപ്പോൾ ശരിക്കുമുള്ള കെട്ട് ചികിത്സ ആണ് ഞാൻ ഈ അത് ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ളതിന് മാത്രം. ഒടിവ്, ചതവ്, ഉളുക്ക്, ഈ പിന്നെ നരമ്പ് സംബന്ധമായിട്ട് കംപ്ലൈൻറ്റ്, അതായത് അസ്ഥി സംബന്ധമായിട്ട് നരമ്പ് സംബന്ധമായിട്ട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ട്രീറ്റ്മെൻറ്റിൽ കൂടെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ കെട്ട് ചികിത്സയിൽ കൂടെ നമുക്കതിനെ പൂർണ്ണമായി ശരിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ പിന്നെ ഒന്ന് വിളിച്ച് ഒന്ന് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വരിക. അതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലാതെ അപ്പോയിൻമെൻറ്റ് എടുക്കാതെ വന്നു കഴിഞ്ഞാൽ പാവം നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും. വന്ന് കഷ്ടപ്പെടേണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് മാത്രം നിങ്ങൾ സമീപിക്കുക. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടും. എന്ന് പറഞ്ഞാൽ കെട്ട് ചികിത്സ എന്ന് പറഞ്ഞാൽ ഇത് എത്ര നിങ്ങൾക്ക് വലിയ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ പോർട്ട് ഹോസ്പിറ്റലിൽ എസ് പി പോസ്റ്റ് ഹോസ്പിറ്റൽ ഇവിടെ തിരുവനന്തപുരം അവിടെ അത്രയും വലിയ ആശുപത്രിയിൽ ചികിത്സിക്കുന്നവരാണ് നമുക്കിവിടെ ഒന്ന് ഈ കെട്ട് ചികിത്സ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ആശുപത്രിയിൽ ചികിത്സിച്ച് അവർ പിന്നെ ഈ ഓപ്പറേഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കും. അവരെ കൊണ്ട് പറ്റാത്തതുകൊണ്ടല്ല, അവർ ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്നത് ശരിയാക്കും. അതിന് ആശുപത്രിയിലും പറ്റും. അത് പിന്നെ അവർ ചെയ്യാൻ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ സുഖപ്പെടുത്തി കൊടുക്കും. അത് നമ്മൾ ആശുപത്രി കൊണ്ടക്കാരെ കൊണ്ട് പറ്റാത്തത് കൊണ്ടല്ല. ചിലർക്ക് ഈ പറഞ്ഞ കണക്കിന് ഓപ്പറേഷൻ ചെയ്യാൻ പേടിയില്ല, അവർക്ക് പേടിയായിരിക്കും. അതുകൊണ്ട് അവർ ഓപ്പറേഷൻ ചെയ്യാതെ ഇത് സുഖപ്പെട്ട അത്രയും നല്ലതില്ലെന്ന് പറഞ്ഞ് വിചാരിക്കുക. അങ്ങനെ ഉള്ളവർക്ക് മാത്രമാണ് ഈ ചികിത്സ, ഞാൻ ചെയ്യുന്ന ചികിത്സ ഗുണപ്പെടുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പിന്നെ അത് നമ്മൾ ഈ പറഞ്ഞാലങ്ങനെ തേയ്മാനം ഇങ്ങനെ അല്ലെങ്കിൽ പൊട്ടൽ സംഭവിച്ച് കുറച്ച് ദിവസമായി അതിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുകയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ നിങ്ങൾ ആശുപത്രിക്ക് പോയിട്ട് അവർ ഓപ്പറേഷൻ ഇങ്ങനെ വലിയ സംവിധാനം ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ കെട്ട് ചികിത്സയിൽ കൂടെ നമുക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ. ആ ഓപ്പറേഷൻ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് മാത്രം. താല്പര്യമുള്ളവർ ഓപ്പറേഷൻ ചെയ്തു പോവുക, അത് നല്ലതാണ്. അത് നമ്മൾ ആരെയും പിന്നെ ഈ പറഞ്ഞ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ ചികിത്സ എന്തായാലും ഒരു ചികിത്സ ചെയ്യുമ്പോൾ വളരെ 100 കൂട്ടം നമ്മൾ ആലോചിച്ചിട്ട് ഒരു ചെയ്യാവൂ. അപ്പോൾ ആലോചിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് നല്ലതല്ലേ? അത് ആരെടുത്താലും ശരി. പിന്നെ അത് ക്ലിയറായ ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അനുഭവമായിട്ട് ഒരു ദിവസം വന്ന് നമ്മൾ ഈ കെട്ട് ചികിത്സ ചെയ്യുമ്പോൾ തന്നെ അത് എത്ര ദിവസം നമ്മൾ ചെയ്യേണ്ടി വരുമെന്ന് നമ്മൾ ഒരു രോഗിയെ കാണുമ്പോൾ നമ്മൾ പറയും ഇത്ര ദിവസത്തിനകത്ത് ഇത് മാറുമെന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഗുണം ഉണ്ടായിട്ട് ഈ ഒരു ദിവസത്തെ ട്രീറ്റ്മെൻറ്റിൽ ഗുണം ഉണ്ടായതിന് ശേഷമാണ് അടുത്ത ദിവസം നിങ്ങൾ ഈ ഗുണം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അടുത്ത ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതി.
ഇന്നലെ ചെയ്തതിൽ മാറ്റം ഉണ്ടെങ്കിൽ മാത്രം അടുത്ത ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ ഇരിക്കുന്ന വേദനയായിരുന്നാലും നിങ്ങൾക്ക് കാലിലെ പ്രശ്നങ്ങൾ എത്ര പ്രശ്നമായാലും ശരി, ആ ഇരിക്കുന്നതിലിരുന്ന് തലേ ദിവസത്തെക്കാട്ടിലും പിറ്റേ ദിവസം ഇത്തിരി മാറ്റം ഉണ്ട് എന്നുള്ള ഒരു ബോധ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് രോഗികൾക്ക് അറിയാൻ പറ്റും, അത് മറ്റുള്ളവരല്ല. അപ്പോൾ ആ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പിറ്റേ ദിവസം ചെയ്താൽ മതി. ആദ്യത്തെ ഒരു ദിവസമേ നിങ്ങൾ വന്ന് ചെയ്തു നോക്കാം പറഞ്ഞു നോക്കാണ്ടത്. പിറ്റേ ദിവസം മുതൽ അതിൻ്റെ റിസൾട്ട് അനുസരിച്ചാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ പോകാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെയ്താൽ മതി എന്നേ നമ്മൾ പറയും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പം നമ്മളെ ചികിത്സയാണ് ഇവിടെ വന്ന് ചെയ്താൽ ഇത്ര അത് ആനയൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. ഞങ്ങൾ ഏറ്റ് കഴിഞ്ഞാൽ ആ ജോലി ചെയ്തിരിക്കുക, അത് വേറെ വിഷയം. അത് നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവരെ സുഖപ്പെടുത്തിയിരിക്കും, അതിന് വേറെ ഒരു സംശയമില്ല. പക്ഷേ ഈ കെട്ടിൽ ചികിത്സ എന്ന് പറയുന്നത് ഇത്രയും ഒരു മഹത്വമായ സാധനമാണ്. അത്രയും നല്ല കൂടിയ മരുന്നുകളാണ് നമ്മൾ ഉപയോഗിച്ച് അതിനെ സുഖപ്പെടുത്തേണ്ടത്. ഇപ്പം യഥാർത്ഥ കെട്ടിക്കാരൊക്കെ ഇല്ല. പണ്ടൊക്കെ അതൊക്കെ പോയി. അതിൻ്റെ ശരിക്കും ഈ കെട്ടി ചികിത്സ പണ്ട് ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം മണ്ണ് മറഞ്ഞു പോയി. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഞാൻ കൂടെയുള്ളൂ, ഞാനും മണ്ണ് മറഞ്ഞു. കാര്യം എൻ്റെ പിൻഗാമികൾ ആരും ഇത് ചെയ്യാൻ താല്പര്യമില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മളെ കാലം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ അങ്ങ് പോകും. അത് ഞങ്ങൾ ഈ പറഞ്ഞ കണക്കിന് ഈ ഞാനൊന്ന് ഒരു ഈ ട്രൈബൽ ഇതിലുള്ളത് കൊണ്ട് അങ്ങനെ ഞങ്ങൾ ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും എനിക്ക് പോലും ഇത്ര ഇതായിട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് പക്ഷേ ഞങ്ങൾ ചെയ്ത ശീലം ആ ഗുണം മനസ്സിലായി. അങ്ങനെ നമ്മൾ ഈ പരമ്പരാഗതമായിട്ട് ചെയ്തു വന്ന ഒരു ശീലമുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഈ ഇത്രയും കാലം വരെ ഇത് ഞാൻ കൂടെ ഉള്ളൂ. ഈ കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ പണി ആരും പഠിക്കാൻ താല്പര്യമില്ല, എൻ്റെ മക്കൾക്കോ ആർക്കും താല്പര്യമില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് ആർക്കും നമ്മളെ പിൻഗാമികൾക്കാർക്കും അല്ലെങ്കിൽ ബന്ധുക്കളെ പിള്ളേരും അങ്ങനെയാണ്. ഇന്ന് ഇങ്ങനെ ആർക്കും മെനക്കെടാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കണക്കിന് ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് 12 വർഷം ശിഷ്യത്വം കൊണ്ട് 14 വർഷം ആകും. മൊത്തം 18 വർഷമാണ് ഇത് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 12 വർഷമാണ് അവരെ ജോലികൾ ചെയ്യാൻ. 12 വർഷം കഴിഞ്ഞാലേ ഈ ശരിക്കുള്ള വിദ്യ നമുക്ക് പറഞ്ഞു തരുള്ളൂ. അതുവരെ അവരുടെ പിൻഗാമിയായിട്ട് ജോലി ചെയ്തുകൊണ്ട് നടക്കാനേ, അവരുടെ ഹെൽപ്പറായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ. എനിക്ക് മനസ്സിലായില്ല? അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാണ് ഈ ജോലിയൊക്കെ. ഈ ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ കണക്കിന് അങ്ങനെ ഇവിടെ വന്ന് ചെയ്തിട്ട് ഇത് നമ്മളെ പോലെ ഉള്ളവർ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചികിത്സ പഠിച്ചവർക്ക് പിന്നെ അംഗീകാരമില്ല, ഗവൺമെൻറ് അംഗീകാരമില്ല. അതേസമയം ഈ സമയം കൊണ്ട് ഇത്തിരി 4 അക്ഷരം ഈ ബുക്കുകൾ എഴുതി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അതുകൊണ്ട് എന്തെങ്കിലും ജോലി ചെയ്യില്ല, എന്തെങ്കിലും കിട്ടിയൊക്കെ പോകുന്നു വെച്ചോളി, അത് നല്ല കാര്യമാണ്. അവരുടെ ജീവിതം നന്നായിരിക്കും. പക്ഷേ അതേസമയം ഞങ്ങളുടെ അടുത്ത് വന്ന് ഈ കടന്ന് കഷ്ടപ്പെടുന്നതിന് ഞങ്ങൾക്ക് ഇവർക്ക് പിന്നീടുള്ള വില എന്താണ്? ഗവൺമെൻറ് ഇത് ഒരു അംഗീകാരം കൊടുത്തിട്ടില്ല. ഈ എന്താ പറയണത്, നമ്മളെ ചികിത്സ ഇങ്ങനെയുള്ള ഒരു സംഭവത്തിന് ഗവൺമെൻറ് അംഗീകാരം കൊടുത്തിട്ടില്ല ഇതുവരെ. അത് എടുത്തു ഇരുന്ന അംഗീകാരം ഇപ്പം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അങ്ങനെയാണ് അവർ ഗവൺമെൻറ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. സപ്പോർട്ട് ചെയ്താൽ മാത്രമല്ല ഇനി ഉള്ള പിള്ളേരായാലും ഒരു കുട്ടികളായാലും പഠിച്ച് ഇതിനെ ഈ ശരിക്കുള്ള ഈ ശാസ്ത്രീയമായ രീതിയിലുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ഇനിയുള്ള തലമുറയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇപ്പം അത് ഗവൺമെൻറ് ഇതിനെ കളഞ്ഞതുകൊണ്ട് പിള്ളേർ പഠിച്ചിട്ട് അവർക്കും ഞങ്ങളെപ്പോലെ എന്തിനാണ് ഗവൺമെൻറ് ഒരു ഇതുമില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അംഗീകാരം തരും. അംഗീകാരം തന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. ഈ പറഞ്ഞ കണക്കിന് ഈ മാസം ശമ്പളം ഇനി വാങ്ങാൻ ഒക്കില്ലല്ലോ. ഇപ്പോൾ മറ്റുള്ള ജോലികൾ ചെയ്താൽ മാസം ശമ്പളം കിട്ടും. ഗവൺമെൻറ്റിൻ്റെ ശമ്പളങ്ങളൊക്കെ കിട്ടി അങ്ങനെയല്ലേ ജീവിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർമാർ എന്നു വെച്ച് അവർ കൃത്യമായിട്ട് അവർക്ക് നല്ല ശമ്പളമുണ്ട്. അവർ ശമ്പളം വാങ്ങിച്ച് അവർ ശമ്പളത്തിന് ജോലി ചെയ്യും, അടുത്ത് സ്പെഷ്യലായിട്ട് ജോലി ചെയ്യും. അവർക്ക് അങ്ങനെ പഠിച്ച് അങ്ങനെ ഇപ്പോൾ ഈ ഇത് പഠിക്കണേക്കാട്ടും ഡോക്ടർ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ മോള് തന്നെ പാരഷൂട്ടിക്കലാണ് പഠിച്ചിരിക്കുന്നത്. പുള്ളിക്കാരി എണ്ണക്കാരിലും പൈസ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പുള്ളിക്കാരി എണ്ണക്കാരിലും ഒരു പൈസ ഉണ്ടാക്കുക. കാര്യം അത് ബിസിനസ്സാണ്.
ഇത് സേവനമാണ്. ഇതുപോലത്തെ ഇതിനൊക്കെ പിന്നെ ഈ പറഞ്ഞ കണക്കിന് ഇനിയുള്ള ആരും മെനക്കെടാൻ നിൽക്കില്ല. ഇത് മെനക്കെട്ട് കഴിഞ്ഞാൽ അവർക്ക് അവർക്കല്ല വാല്യൂഷൻ ഇല്ലാതായി. പണ്ടത്തെ പോലെയല്ലല്ലോ. ഗവൺമെൻറ് അംഗീകാരം ഇല്ലാത്ത ഒരു സ്ഥാപനം നടത്താൻ പറ്റൂലല്ലോ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഗവൺമെൻറ് അംഗീകാരം ഉണ്ടെങ്കിലേ ഒരു സ്ഥാപനം നടത്താൻ പറ്റുള്ളൂ. അത് അംഗീകാരം തന്നില്ലെങ്കിൽ ആ സ്ഥാപനം എന്താ പറയണത്, പോളിയായിട്ടല്ലേ കണക്കാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നടത്തിയിട്ട് ഏതൊരു പ്രയോജനവും ഇല്ലാതാവും. എൻ്റെ വിങ്കാമി നടത്തേണ്ട കാര്യമില്ലല്ലോ. ഗവൺമെൻറ് അംഗീകാരം അത് നമ്മളൊരു അപേക്ഷ കൊടുത്താൽ അതിനൊരു ലൈസൻസ് എങ്കിലും കിട്ടിയാൽ മാത്രമേ, ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ് അംഗീകാരം ഒരു സാധനം. അപ്പോൾ നമ്മൾക്ക് ഇത് ഈ പാരമ്പര്യം നമുക്ക് കാത്തു സൂക്ഷിച്ച് ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ പരിഗണിക്കാൻ പറ്റും. ഇപ്പം അതും ഇല്ലാതായി, അവർ കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അംഗീകാരം ഇല്ലാതെ നമ്മൾ ഈ നടത്തുന്ന നമുക്ക് നാളെ എന്ത് വന്നാലും നമ്മൾ ഇപ്പം അവരൊന്നും ചെയ്യാൻ പറ്റില്ല, അവർക്കൊന്നും ചെയ്യൂല. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്നിട്ട് ദോഷം എന്താണ്, ഇനിയുള്ള തലമുറയ്ക്ക് ഇതുപോലെ ജീവിക്കേണ്ട കാര്യമില്ലല്ലോ അവർ ഇത്രയും പാടുപെട്ട് പഠിച്ചിട്ട് ഈ പറഞ്ഞാണെങ്കിൽ അവർ പൈസ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഞങ്ങളെ പോലെ പഠിച്ച് പാടുപെട്ട് സത്യസന്ധമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാവരും എന്തെങ്കിലും ചെയ്യുക, നല്ല ഒരു 2 നില കാറെടുക്കുക, 2 നില വീട് ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അതിനുള്ള വരുമാനം വേണം. പക്ഷെ ഞങ്ങൾക്ക് അത്ര വരുമാനമൊന്നും കിട്ടത്തില്ല. ഞാൻ ഇന്നും പഴയ സ്കൂട്ടറിലാണ് നടക്കുന്നത്. പിന്നെ അതുകളൊക്കെ പഠിപ്പിച്ചവർക്ക് അറിയത്തിച്ച് അത്രമാത്രമേ ഞങ്ങളെ കൊണ്ട് നമ്മളല്ലേ അതുകൾ പഠിച്ച്, അല്ലാതെ ഞാൻ പഠിച്ചതല്ല. അതുകൾ പഠിപ്പിച്ച്, അതുകൾ പഠിച്ചതാണ്, ഞാൻ പഠിപ്പിച്ചതല്ല. അതുകൾ അത്രമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഇനിയുള്ള തലമുറയിലേക്ക് ഇത് ആർക്കും ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് താങ്കളൊരു ഇനി ഉള്ള അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇത് ഇനിയുള്ള കാലത്ത് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചികിത്സകൾ വേണമെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഇതുപോലത്തെ നിങ്ങൾക്ക് ഈ ആശുപത്രി പോയിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ മാത്രം, ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഓപ്പറേഷൻ ചെയ്യുക. അത് അവരുടെ ഇതാണ്. താല്പര്യമില്ലെങ്കിൽ മാത്രമേ എൻ്റെ അടുത്ത് ഇതുപോലെ വന്നാൽ ഞാൻ ഈ കെട്ടി ചികിത്സ ചെയ്ത് നിങ്ങൾക്ക് സുഖപ്പെടുത്തി തരും. അതിപ്പോൾ അതാണ് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ്. ഇത് വൈദ്യശാലയുടേത് എന്നും പറഞ്ഞ് നമുക്ക് പണ്ടേ ഉള്ളത് കൊണ്ട് ആ ലൈസൻസ് കൂടെ പോകണം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പുതിയതായിട്ട് ഇപ്പോൾ ലൈസൻസ് കൊടുക്കുന്നതേ ഉള്ളൂ. പഴയ ലൈസൻസൊക്കെ അവർ തരും, പുതുക്കി തരും. അതുകൊണ്ട് പക്ഷേ എൻ്റെ മക്കൾ ഇത് പഠിച്ചാൽ അവർക്ക് ലൈസൻസ് കിട്ടില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ കാലങ്ങളിൽ വളരെ ബുദ്ധിമുട്ടാണ്. അവരെ വിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് സ്ഥിതി. ഇനിയുള്ള നമ്മളെ ഈ പാടുപെട്ട വിദ്യകളൊന്നും ഇനി ആർക്കും പഠിക്കാൻ പറ്റില്ല. ഇനിയുള്ള കാലത്ത് എല്ലാം കൊണ്ടു നടക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉള്ളവർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഇതുപോലത്തെ വിദ്യയിൽ കിട്ടുന്നത് നിങ്ങളെ ഭാഗ്യം, അത്ര തന്നെ നമ്മൾ പറയും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശരി, നന്ദി. ഇനി ഞാൻ ഒരുപാട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. കാര്യം നമ്മൾ വർത്തമാനം പറഞ്ഞ് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ചികിത്സയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വന്നാൽ നമ്മൾ നല്ല രീതിയിൽ കെട്ടി ചികിത്സ ചെയ്ത്, കെട്ടി ചികിത്സ എന്ന് പറഞ്ഞാൽ ഈ മരുന്ന് വെച്ച് കെട്ടിയിട്ട് അത് ദിവസവും മാറ്റി കെട്ടേണ്ടി വരും. ഓരോ ദിവസവും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അതിന് യാതൊരു സംശയമില്ല. കൃത്യമായിട്ട് റിസൾട്ട് ഉണ്ടാകുന്ന ഒരു ചികിത്സയാണ്. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ഉള്ള കാലം മൊത്തം ചികിത്സിച്ച് നമ്മൾ പറയുന്നതാണ് നിങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അതാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ സ്കാനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്ത് വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് എല്ലാവർക്കും അറിയണമല്ലോ. ഇപ്പോൾ ഒരുപാട് പേര് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ
ചിലത് നല്ലതുകൊണ്ട് ചീത്തയുണ്ട്, ഇവർക്ക് ഈ തിരിച്ച് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കണക്കിന് നമ്മളെ കാര്യമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അറിയിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചികിത്സയ്ക്ക് വരണത് നിങ്ങളെ വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. അത് വേറെ ഒരു സത്യം. നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളെയൊക്കെ അറിയിക്കണുള്ളൂ. അറിഞ്ഞുകൂടാതെ നമ്മൾ മറ്റുള്ളവർക്ക് പോയി എന്ന് പറയണ്ടല്ലോ. ശരി, അപ്പോൾ ഇങ്ങനെ ഒരാളുണ്ട്, ശരി പറ്റുമെങ്കിൽ പോവാം എന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രം വന്ന് നമുക്ക് ചികിത്സിച്ച് പോവാം. ഓക്കെ, നന്ദി, എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾ ഇത്രയും സമയം ഇത് കേട്ടതിന് വളരെ നന്ദി. വീഡിയോ നല്ല വീഡിയോ കൊള്ളാന്ന് തോന്നിയാൽ ഒന്ന് ഷെയർ ചെയ്ത് ഫോളോ ചെയ്ത് വെച്ചോളുക. ഇനിയും ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുറത്ത് ഓരോ ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഒറ്റമൂലി മരുന്നുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുകയോ ഇതൊക്കെ ചെയ്ത് വന്നാൽ വളരെ ഉപകാരം. നന്ദി, നമസ്കാരം.